ഹമാസിന്റെ സൈനിക കമാൻഡറായിരുന്ന അബൂ ഉബൈദ കൊല്ലപ്പെട്ടത് ഹമാസ് സ്ഥിരീകരിച്ചു. അൽ ഖ്വയ്ദ ബ്രിഗേഡിന്റെ ക്യാപ്റ്റനായിട്ടായിരുന്നു വർഷങ്ങളോളം അദ്ദേഹം സേവനം ചെയ്തിരുന്നത്. അപ്പോൾ ഇദ്ദേഹത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് മിസൈൽ ആക്രമണം നടത്തിയിരുന്നു കഴിഞ്ഞ മാസം. എന്നാൽ അത് ഓഗസ്റ്റ് 2025 ഓഗസ്റ്റിൽ ഏകദേശം 15-ാം തീയതിയോടനുബന്ധിച്ചിട്ടാണ് ഈ ഗസയിലെ റിമാൽ പ്രദേശത്ത് ഇസ്രായേലി വ്യോമാക്രമണം നടത്തുകയും അവിടെ വെച്ച് അബൂ ഉബൈദയും കൂടെ ഉണ്ടായിരുന്ന ഒന്നോ അതിൽ കൂടുതലോ സൈനികർ കൊല്ലപ്പെടുകയും ചെയ്തു. ആ ബിൽഡിംഗ് അപ്പാടെ തകർന്നു പോയിരുന്നു. എന്നാൽ ഹമാസ് അത് സ്ഥിരീകരിച്ചിട്ടില്ല. അത് ഉണ്ടെന്നോ ഇല്ലെന്നോ അവർ പറഞ്ഞിട്ടില്ല. അപ്പോൾ സ്ഥിരീകരിക്കാത്തത് കൊണ്ട് ലോകം അത് വിശ്വസിച്ചിട്ടുമില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം, അതായത് ഡിസംബർ 29-ാം തീയതി ഹമാസ് അത് സ്ഥിരീകരിച്ചു എന്ന് പറയുന്ന ഒരു പ്രത്യേകത ഉണ്ട്. 29-ാം തീയതിക്ക് അത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവും അമേരിക്കയിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തുന്ന ദിവസമാണ്. വളരെ കൃത്യമായിരിക്കുന്ന ചില നിലപാടുകൾ ഇതോടൊപ്പം ഹമാസ് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ലോകത്തെ അതിശയിപ്പിക്കുന്നത്. അതിലൊന്ന്, നിരായുധീകരണം എന്നൊരു സംഭവം ഉണ്ടാവില്ല. അതിനോട് തങ്ങൾക്ക് താല്പര്യമില്ല. ആയുധം വെച്ച് കീഴടങ്ങിയിട്ട് ഈ അധികാരം മുഴുവൻ, അതായത് ഗസ പ്രദേശത്തിൻ്റെ അധികാരം ഇസ്രായേലിനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ലോക രാജ്യങ്ങൾക്കോ വിട്ടുകൊടുക്കുന്ന നിലപാടിനോട് തങ്ങൾ അംഗീകരിക്കില്ല, തങ്ങളത് സ്വീകരിക്കുകയും ചെയ്യില്ല എന്ന് മാത്രമല്ല, അതിന് ചില കാരണങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതിലൊന്ന്, ഇസ്രായേൽ സൈന്യം ഈ പ്രദേശത്ത് നിന്ന് പിന്നോക്കം പോകാത്തതാൽ പിന്മാറാത്തതാണ് പ്രധാനമായിരിക്കുന്ന കാര്യം. ഗസ എന്ന് പറയുന്നത് ഫലസ്തീൻ്റെ ദേശമാണ്. അവിടെ ഇസ്രായേൽ സൈനികർക്ക് പ്രത്യേകിച്ച് റോളൊന്നുമില്ല. രാജ്യം വിട്ടു പോകണം എന്നുള്ള കരാർ വ്യവസ്ഥയിൽ പറഞ്ഞതാണ്. അവർ പാലിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഗസയുടെ പ്രദേശത്ത് ഇരുന്നു കൊണ്ട് ഫലസ്തീനികളെ ആക്രമിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്യുന്ന പ്രവൃത്തി നിരന്തരം അവർ തുടരുന്നു. 600-ലധികം തവണയെങ്കിലും ഈജിപ്തിൽ നടത്തിയിരിക്കുന്ന ഉച്ചകോടിയുടെ കരാർ വ്യവസ്ഥ ലംഘിച്ചുകൊണ്ട് ഫലസ്തീനികൾക്ക് നേരെ ഇവർ ആക്രമണം നടത്തുകയും ഏറെക്കുറെ 300-ലധികം ഫലസ്തീനികൾ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട്. 20-ലധികം രാജ്യങ്ങൾ കരാറിൽ ഒപ്പിട്ടുകൊണ്ടാണ് ഈജിപ്തിൽ വെച്ച് ഈ വ്യവസ്ഥ അംഗീകരിക്കപ്പെട്ടത്. എന്നാൽ ഇസ്രായേൽ നിരന്തരം കരാർ ലംഘിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു രാജ്യം പ്രതിരോധിച്ചിട്ടില്ല. ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ എന്തെങ്കിലും നടപടി എടുക്കണം എന്ന് പറഞ്ഞിട്ടുമില്ല. അപ്പോൾ ഈ കരാർ വ്യവസ്ഥയൊക്കെ ലംഘനമാണ്, അല്ലെങ്കിൽ അതൊന്നും ഒരു നാടകത്തിൻ്റെ ഭാഗമാണ് എന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ പറഞ്ഞത് യഥാർത്ഥത്തിൽ കൃത്യമാണ് എന്ന് ബോധ്യപ്പെട്ടു എന്ന തരത്തിലാണ് ഹമാസിൻ്റെ വിശദീകരണങ്ങളൊക്കെ നൽകിയത്. അവരിപ്പോൾ 2-3 കാര്യം ഇറാനെ പരാമർശിച്ചുകൊണ്ട് ഇവർ പറഞ്ഞിട്ടുണ്ടെന്നുള്ള. ഒന്ന്, കരാർ വ്യവസ്ഥ അതൊരു നാടകമാണ്, ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. കാര്യം എന്ന് വെച്ചാൽ ഹമാസോ അല്ലെ ഫലസ്തീനോ കരാർ ലംഘിച്ചാൽ വളരെ ശബ്ദത്തോടു കൂടി ലോകം കേൾക്കുമാർ ഉച്ചത്തിൽ വിളിച്ചു പറയാൻ ഇവിടെ രാഷ്ട്രങ്ങളുണ്ട്, രാഷ്ട്ര തലവന്മാരുണ്ട്, രാഷ്ട്രീയ നിരീക്ഷകരുണ്ട്, മീഡിയക്കാരുണ്ട്, പത്രക്കാരുണ്ട്. എന്നാൽ ഇസ്രായേൽ ആണെങ്കിൽ എല്ലാവരും മൗനത്തിലാണ്. മരണ വീട്ടിൽ പോയ അതേ അവസ്ഥയും സാഹചര്യങ്ങളുണ്ട്. അതുകൊണ്ട് അവർ അത് മിണ്ടില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇവർ പറഞ്ഞതിൻ്റെ ഉദ്ദേശം. രണ്ടാമത് പറഞ്ഞു, ഫലസ്തീനെ രാഷ്ട്രമായിട്ട് അംഗീകരിച്ചത് അതൊരു നാടകത്തിൻ്റെ ഭാഗമാണ്. ഫലസ്തീനെ രാഷ്ട്രമായിട്ട് അംഗീകരിക്കുകയല്ല വേണ്ടത്. പട്ടിണി കിടക്കുന്ന, പ്രയാസം അനുഭവിക്കുന്ന ഫലസ്തീനുകൾക്ക് ഭക്ഷണവും വേണ്ടപ്പെട്ട മരുന്നുകളും എത്തിക്കാനുള്ള സംവിധാനം ഒരുക്കുക. അഥവാ ഇസ്രായേൽ തടയുന്ന സമയത്ത് തടയുന്ന ഇസ്രായേലിനെ പ്രതിരോധിച്ചുകൊണ്ട് ലക്ഷ്യസ്ഥാനത്തേക്ക് ഈ ഭക്ഷ്യവസ്തുക്കൾ എത്തിക്കാനുള്ള സംവിധാനം ചെയ്യുകയാണ് വേണ്ടത്. ഈ ബ്രിട്ടന്, ഫ്രാൻസ്, ഇറ്റലി, ജർമ്മനി അടക്കമുള്ള ഒരുപാട് രാജ്യങ്ങൾ പാലസ്തീനെ രാഷ്ട്രമായിട്ട് അംഗീകരിച്ചുകൊണ്ട് എന്തുകൂടാണ് പലസ്തീൻ ഉള്ളത്? അല്ലെങ്കിൽ അവർക്ക് ആയുധങ്ങൾ കൊടുക്കണം, സൈനികപരമായിരിക്കും സംവിധാനങ്ങൾ കൊടുക്കണം, യുദ്ധവിമാനങ്ങൾ കൊടുക്കണം. അതിനുള്ള സംവിധാന സാഹചര്യങ്ങളൊക്കെ ഒരുക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും രാജ്യങ്ങൾ തയ്യാറാവുക വെറുതെ ഒരു പ്രഖ്യാപനം എന്നല്ലാതെ ഇതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഫലസ്തീനികൾക്കില്ല. അതിൻ്റെ ഒരു തുടർച്ച തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, രാഷ്ട്രമായിട്ട് പ്രഖ്യാപിച്ചത് 165ഓളം രാജ്യങ്ങൾ ഇന്ന് ഫലസ്തീനെ രാഷ്ട്രമായിട്ട് പ്രഖ്യാപിച്ചതാണ്. ഒരു ഗുണം അതിനാലില്ല. കാര്യം എന്ന് പറഞ്ഞാൽ, ഗസ എന്ന് പറഞ്ഞ ഈ ചെറിയ പ്രദേശത്തേക്ക് ഇസ്രായേൽ എന്ന് പറയുന്ന ഭീകര സംഘം അവിടെ അവർ ഈ പ്രതിരോധം ഉണ്ടാക്കുന്ന സമയത്തും ഇങ്ങോട്ട് മാനുഷികപരമായിരിക്കുന്ന സഹായം നൽകാൻ വേണ്ടിയിട്ട് വാഹനങ്ങൾ നിരനിരയായിട്ട് ഈജിപ്തിൻ്റെ അതിർത്തിയിലൂടെ, റഫ അതിർത്തിയിലൂടെ നിൽക്കുകയാണ്. ഞാനത് കണ്ടിട്ടുണ്ട് എന്ന് UN സെക്രട്ടറി ജനറൽ ആന്റണിയോ ഗുട്ടറസ് തന്നെ പറഞ്ഞു. 4000-ലധികം വാഹനങ്ങൾ ഈ മേഖലയിലേക്ക് പ്രവേശിക്കാനുള്ള അനുമതി കാത്ത് റഫയുടെ അതിർത്തിയിൽ നിൽക്കുന്നത് എനിക്ക് വലിയ സങ്കടമായി പോയി. കാര്യം എന്ന് പറഞ്ഞാൽ, ഗസക്കകത്ത് അവിടെ പട്ടിണി മരണങ്ങളുണ്ട്, കുടിവെള്ളം കിട്ടാത്ത വിഷയമുണ്ട്, മരുന്ന് കിട്ടാത്ത വിഷയമുണ്ട്, കൃത്യമായിരിക്കുന്ന വീടോ സൗകര്യങ്ങളോ ഇല്ലാത്ത വിഷയങ്ങളുണ്ട്. ഇതെല്ലാം വഹിച്ചുകൊണ്ടുള്ള വാഹനങ്ങൾ ഇവിടെ നിൽക്കെ അതിന് അനുമതി മാത്രമാണ് ഇസ്രായേൽ നൽകേണ്ടത്. അത് നൽകാതിരിക്കാവുന്നതിൻ്റെ പ്രയാസം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുമെന്ന് ലോകത്തോട് സംസാരിച്ചിട്ടുണ്ട് UN സെക്രട്ടറി ജനറൽ ആന്റണിയോ ഗുട്ടറസ്. അപ്പോൾ ഇതൊന്നും നടക്കുന്നില്ല. ഇത് നടക്കാത്ത രീതിയിൽ പിന്നെ എന്തിനാണ് ഈ ആയുധം വെച്ച് കീഴടങ്ങുന്ന ഒരു വിഷയം ഉണ്ടാകുന്നത്? വീണ്ടും ഇവരെ പ്രയാസത്തിലാക്കാൻ വേണ്ടിയിട്ടാണോ? ഒരുമിച്ച് മരിക്കുക എന്നല്ലാതെ കീഴടങ്ങുന്ന ഒരു വിഷയം സംസാരിക്കുക പോലും വേണ്ട എന്നുകൂടി അതിൻ്റെ തുടർച്ചയായിട്ട് പറയുന്നു.
പുതിയ രാജ്യങ്ങളെ പുതിയ കമാൻഡർമാരെ പ്രഖ്യാപിക്കുക എന്നുള്ള ഒരു വിഷയം അതിനോടനുബന്ധിച്ച് തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നു. അതായത് ഈ അബൂ ഉബൈദ കൊല്ലപ്പെട്ടതിന് ശേഷം ആദ്യമായിട്ട് ഈ ഹമാസ് എന്ന് പറയുന്ന സൈനിക സംവിധാനത്തെ നയിക്കാൻ വേണ്ടിയിട്ട് പുതിയ കമാൻഡറെയും ഒരു പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ കമാൻഡറുടെ പേര് വിവരങ്ങളൊക്കെ അതിൻ്റെ കൂടെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ചിത്രങ്ങൾ, മുഖം മറച്ചിലൊരു ചിത്രങ്ങളാണ് പുറത്ത് വിട്ടത്. ഇപ്പം ആദ്യമായിട്ടാണ് ഹമാസിൻ്റെ ഭാഗത്തുനിന്ന് അബൂ ഉബൈദയുടെ കൃത്യമായിരിക്കുന്ന ചിത്രം തന്നെ പുറത്തു വരുന്നത്. ഇതുവരെ മുഖം മറച്ചിരുന്ന ചിത്രം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അദ്ദേഹം അഭിമുഖീകരിക്കുന്ന സമയത്തും ഈ ലോകത്തോട് സംസാരിക്കുന്ന സമയത്തും ഫലസ്തീനോട് സംസാരിക്കുന്ന സമയത്തൊക്കെ മുഖം മറച്ചിരുന്നു എന്ന് പറയുന്ന സമയത്ത് അത് ഈ ഫലസ്തീനിലൂടെ മുഖം ഓപ്പണാക്കി നടക്കുന്ന സമയത്ത് അതിൻ്റേതായിരിക്കുന്ന പ്രയാസങ്ങളുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന് അനുകൂലമായിരിക്കുന്ന ഒരു വിഭാഗം ഫലസ്തീനിലെ ഗസയിൽ തന്നെ അവർ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. അവരാണ് യഥാർത്ഥത്തിൽ അബൂ ഉബൈദ ഒറ്റ കൊടുത്തത് എന്നും പറയപ്പെടുന്നുണ്ട്. ഈ ബിൽഡിങ്ങിൽ ഇന്ന ദിവസം ഇന്ന സമയത്ത് ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ള വിവരം രഹസ്യമായ രീതിയിൽ ഗസയിൽ നിന്ന് ചോർന്ന സമയത്താണ് യഥാർത്ഥത്തിൽ എന്തുണ്ടാവുന്നത്, ഈ ബിൽഡിംഗ് നേരെ ആക്രമണം നടത്താൻ വേണ്ടിയിട്ട് ഇസ്രായേലിന് സാധിച്ചത്. അതിനോടനുബന്ധിച്ചാണ് ഇദ്ദേഹം കൊല്ലപ്പെട്ടത് എന്നാണ് പറയപ്പെടുന്നത്. ഈ കൊലപ്പെടുത്തിയുമായിട്ട് ബന്ധപ്പെട്ട അല്ലെ ഒറ്റ കൊടുത്തു എന്ന് സംശയിക്കപ്പെടുന്ന ആൾ പിന്നീട് കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നും പറയുന്നത് സ്ഥിരീകരിച്ച റിപ്പോർട്ടൊന്നല്ലെങ്കിൽ പോലും. അതായത് ഗസക്കകത്ത് നടക്കുന്ന ആഭ്യന്തരമായിരിക്കുന്ന വിഷയ പ്രശ്നങ്ങൾ കൃത്യമായ രീതിയിൽ മുതലെടുത്തുകൊണ്ട് അതിലൂടെ ഫലസ്തീനുകളെ ഇല്ലാതാക്കുന്ന പ്രവർത്തനമാണ് പല ഘട്ടങ്ങളിൽ ഇസ്രായേൽ ചെയ്യാറുള്ളത്. അതിന് തടയിടാൻ വേണ്ടിയിട്ട് ഏറെക്കുറെ ഹമാസിന് സാധിച്ചു എന്ന് അവർ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അവകാശപ്പെടുന്നു. അപ്പോൾ ഇപ്പോഴത്തെ സ്ഥിതി കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് അബൂ ഉബൈദയുടെ മരണം സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഏറെക്കുറെ ഹമാസ് തളർന്നു പോകും എന്നുള്ള അഭിപ്രായക്കാരായിരുന്നു ഇസ്രായേൽ ഉണ്ടായിരുന്നത്. എന്നാൽ മാസങ്ങളോളം അവർ സ്ഥിരീകരിക്കാതിരുന്നു. എന്നാൽ സ്ഥിരീകരിച്ച സമയത്ത് പുതിയ കമാൻഡർ പ്രഖ്യാപിക്കുകയും ചെയ്തു. അപ്പോൾ യുദ്ധ സംവിധാന കാര്യത്തിലൂടെ തന്നെ മുന്നേറാൻ വേണ്ടിയിട്ടുള്ള നിലപാടാണ് ഈ ഭാഗത്തുനിന്ന് ഉണ്ടായത് എന്നൊരു പ്രത്യേകത ഉണ്ട്. ഇപ്പോൾ ട്രംപ് നെതന്യാഹു കൂടിക്കാഴ്ചയുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനമായിരിക്കുന്ന കാര്യം ഗസയെക്കുറിച്ചുള്ള വളരെ പ്രധാനമായിരിക്കുന്ന ചർച്ചകൾ അവർ നടന്നിട്ടില്ല. രണ്ടാം ഘട്ട വെടിനിർത്തലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ താല്പര്യം കാണിക്കണമെന്ന് ട്രംപ് നെതന്യാഹുവിനോട് പറഞ്ഞതായിരിക്കുന്ന വിവരം ആണുള്ളത്. രണ്ടാം ഘട്ട വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ മുന്നോട്ട് വെച്ചിരിക്കുന്ന നിർദ്ദേശം ഇപ്പോഴും ഒരു ബന്ദിയുടെ മൃതദേഹം കിട്ടാൻ ബാക്കിയുണ്ട്. എന്നാൽ ബന്ദിയുടെ മൃതദേഹം എന്ന് പറഞ്ഞാൽ വലിയ ബിൽഡിങ്ങുകൾ തകർത്ത് അതിനുള്ളിൽ കുടുങ്ങിയിരിക്കുകയാണ്. സ്ഫോടനം നടത്തിയതും ആക്രമണം നടത്തിയതും ബിൽഡിംഗ് തകർത്തൊക്കെ ഇസ്രായേലാണ്. അതുകൊണ്ട് അത് സാവകാശം വേണം, സാവകാശത്തിനനുസരിച്ച് കൊടുക്കാൻ തയ്യാറാണ് എന്നുള്ള വിവരം ഇപ്പോഴും ഹമാസിൻ്റെ ഭാഗത്ത് അല്ലെങ്കിൽ പാലസ്തീൻ്റെ ഭാഗത്തുനിന്ന് പറയുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു കാരണം വെച്ചുകൊണ്ടാണ് നീട്ടിക്കൊണ്ടു പോകുന്നത് എങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റേതായിരിക്കുന്ന ഈ ഫലം, അതിൻ്റേതായിരിക്കുന്ന പ്രത്യാക്രമണം അല്ലെ പ്രതിരോധമോ തങ്ങളുടെ ഭാഗത്ത് ഉണ്ടാവും എന്ന് യഥാർത്ഥത്തിൽ ഈ ഫലസ്തീൻ്റെ ഭാഗത്തുനിന്ന് അവർ പറയുന്നുണ്ട് എന്നുള്ളതും ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യുന്നത്. ഏതായിരുന്നാൽ ഇപ്പോഴത്തെ സ്ഥിതി കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ട്രംപ് നെതന്യാഹു കൂടിക്കാഴ്ച കൊണ്ട് പ്രത്യേകപരമായിരിക്കുന്ന ഒരു ഗുണമൊന്നും ഗസക്ക് ഉണ്ടായില്ല. കാരണം അന്താരാഷ്ട്ര സേന വിനിയോഗിക്കുക എന്നുള്ളതാണ്. അന്താരാഷ്ട്ര സേന വിനിയോഗിക്കണമെങ്കിൽ അത് ആദ്യം തന്നെ അറബ് രാജ്യങ്ങൾ അത് അനുമതി നൽകണം. അതായത് ഈജിപ്തിൻ്റെയും ഖത്തറിൻ്റെയും സൈനിക സംവിധാനം ഇല്ലെങ്കിൽ തങ്ങളത് അംഗീകരിക്കില്ലെന്ന് അവർ ഏറെക്കുറെ പറഞ്ഞതാണ്. അങ്ങനെ ആ സമയത്ത് അറബ് സേന അങ്ങോട്ട് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്. അറബ് സൈന്യങ്ങളില്ലെങ്കിൽ പിന്നീട് യൂറോപ്യൻ രാജ്യങ്ങളോ മറ്റേതെങ്കിലും രാജ്യങ്ങളോ വന്നുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഭാഷാ സംബന്ധമായിരിക്കുന്ന വിഷയങ്ങൾ സങ്കീർണമായിട്ട് അവിടെ നിലനിൽക്കും. അവരുടെ സാമൂഹികമായിരിക്കുന്ന വിഷയകാര്യത്തിൽ ഇടപെടുകയും പ്രശ്നപരിഹാരങ്ങൾക്ക് ഉണ്ടാക്കുകയും സഹായിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് സൈനികരുടെ ഉദ്ദേശമെങ്കിൽ തീർച്ചയായിട്ടും അറബ് ഭാഷ അറിയുന്ന സൈനികർ അവിടെ നിർബന്ധമാണ് എന്ന് ചുരുക്കം. പിന്നീട് ഇപ്പോൾ പറയുന്നത് പാകിസ്ഥാൻ്റെ സൈന്യത്തെ ഇറക്കാൻ വേണ്ടിയിട്ട് അമേരിക്കയുമായിട്ട് ധാരണയായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ തന്നെ അവിടെ പാകിസ്ഥാൻ്റെ അകത്ത് അഭിപ്രായ ഭിന്നത ഉണ്ട്. ഷിയ വിഭാഗം സുന്നി വിഭാഗം വളരെ ശക്തമായി നിൽക്കുന്ന ഒരു രാജ്യമാണ്. ഷിയ വിഭാഗം ഇതിനോട് യോജിക്കുന്നില്ല. ഏകദേശം 45 മുതൽ 50% ഷിയാക്കളുള്ള രാജ്യമാണ് പാകിസ്ഥാൻ എന്ന് പറയുന്നത്. കൂടുതൽ സുന്നികളാണെങ്കിൽ പോലും. എന്നാൽ ഇവർ ഒരു വിഭാഗം അംഗീകരിക്കാതെ വെക്കുന്ന സമയത്ത് സൈനിക കമാൻഡർക്ക് മാത്രം ഒരു തീരുമാനം എടുത്ത് നടപ്പിലാക്കാൻ വലിയ പ്രയാസം ഉണ്ടാവും. കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ എല്ലാ കാലത്തും രാഷ്ട്രീയ അന്തരീക്ഷങ്ങൾ മലിനമാകുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ എന്ന് പറയുന്നത്. അവിടെ സുരക്ഷിതവും ഈ സന്തോഷകരമായിരിക്കുന്ന ഒരു ഭരണ സംവിധാനം 5 കൊല്ലം ഒരു കാലത്തും പൂർത്തിയാക്കിയിട്ടില്ല. തുടങ്ങിയത് മുതൽ ഇന്ന് വരെ അങ്ങനെ തന്നെയാണ്. ഒന്നുകിൽ സൈന്യ കമാൻഡർ കൊല്ലപ്പെടും, അല്ലെ പ്രധാനമന്ത്രി കൊല്ലപ്പെടും, അല്ലെ പ്രധാനമന്ത്രി പിടിച്ചിട്ട് സൈന്യ കമാൻഡർ ജയിലിലാക്കും, അല്ലെ കമാൻഡറെ പിടിച്ചിട്ട് പ്രധാനമന്ത്രി ജയിലിലാക്കും. ഈ തരത്തിലുള്ള നാടകം കളിക്കുന്ന ഒരു രാജ്യമാണ് യഥാർത്ഥത്തിൽ പാകിസ്ഥാൻ. അതുകൊണ്ട് പാകിസ്ഥാൻ സൈനികർ അവിടെ എത്തുക എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ വലിയ രീതിയിലുള്ള പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമായിട്ട് തന്നെയാണ് നിലനിൽക്കുന്നത്. മറ്റ് അറബ് രാജ്യങ്ങളുടെ പിന്തുണ ഇല്ലാത്ത രീതിയിൽ പാകിസ്ഥാന് പ്രത്യേകമായിരിക്കുന്ന ഒരു പ്രവേശനാനുമതി നൽകുന്ന സമയത്ത് വലിയ വിഷയങ്ങൾ സൈനികർക്കിടയിലോ അല്ലെങ്കിൽ രാജ്യത്തിനകത്തോ ഉണ്ടാവുകയാണെങ്കിൽ ഒരു പക്ഷേ അവരുടെ ഭരണ സംവിധാനത്തെ സാരമായിട്ട് ബാധിക്കും. അപ്പോൾ അസീം മുനീർ എന്ന് പറഞ്ഞ സൈനിക കമാൻഡറെ അത് ബാധിക്കും എന്നുള്ളിടത്ത് അഭിപ്രായ ഭിന്നത ഇപ്പോൾ തന്നെ പാകിസ്ഥാൻ്റെ ഇടയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത്
അറബ് രാജ്യങ്ങൾ സൈനികർ അയക്കാതിരിക്കുന്ന സമയത്ത് മറ്റു ഭാഷക്കാരുടെ സൈനികർ അയക്കുമ്പോൾ അവിടെ വലിയ സംഘർഷവും വിഷയവും ഉണ്ടാവാനാണ് സാധ്യത. ഇപ്പോൾ തന്നെ 55% പ്രദേശങ്ങളും ഇസ്രായേലിൻ്റെ സൈനികരുടെ കൈവശത്തിലാണ്. അവർ രാത്രി പെട്രോളിംഗ് നടത്തിക്കൊണ്ട് മുൻപത്തെ രീതിയിൽ അല്ലെങ്കിൽ അവരുടെ ബങ്കറുമായിട്ട് ബന്ധപ്പെട്ട രീതിയിലുള്ള വലിയ പരിശോധനകളും നിരീക്ഷണങ്ങളും നടത്തുന്നുണ്ട്. അതിൽ ഏറ്റുമുട്ടലുകളും വിഷയങ്ങളും പ്രശ്നങ്ങളും മരണങ്ങളും ഒക്കെ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമുട്ടലുകൾ പല രീതിയിലും ഈ മേഖലയിൽ കേൾക്കാൻ വേണ്ടി സാധിച്ചു എന്ന് അവിടുത്തെ പ്രാദേശിക ആളുകളൊക്കെ റിപ്പോർട്ട് ചെയ്തത് ചില അറേബ്യൻ മീഡിയകളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നു. ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ അവിടെ നടക്കുന്നുണ്ട് എന്നുള്ളത്. അഥവാ ശാന്തമായിരിക്കുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് ഗസ എത്തിയിട്ടില്ല. അങ്ങനെ അത്രയും വിഷസങ്കീർണമായിരിക്കുന്ന യുദ്ധസമാന സാഹചര്യങ്ങൾ നിലനിൽക്കുന്ന ഒരു പ്രദേശത്തേക്ക് വളരെ സിമ്പിളായ രീതിയിൽ സൈനികർ അയക്കുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമുള്ള കാര്യമാണ്. അങ്ങനെ ആ അഭിപ്രായത്തോട് ചില യൂറോപ്യൻ രാജ്യങ്ങളും പോലും യോജിച്ചിട്ടുണ്ട് എന്നതാണ് പറയുന്നത്. തങ്ങളുടെ സൈനികരുടെ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം തങ്ങളെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണെന്നും ആയതിനാൽ ആ കാര്യത്തിനൊക്കെ ഒരു രൂപകാര്യങ്ങൾ ഉണ്ടാവണമെന്നും അതിന് ഒരു രൂപം ഉണ്ടാക്കിയതിന് ശേഷം മാത്രമേ സൈനികർ അയക്കേണ്ടതുള്ളൂ എന്ന അഭിപ്രായമാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ഏതായാലും ട്രംപും നെതന്യാഹുവും തമ്മിലുള്ള കൂടിക്കാഴ്ചയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൻ്റെ അതേ ദിവസം തന്നെ അബൂ ഉബൈദയുടെ മരണം സ്ഥിരീകരിക്കുകയും പുതിയ കമാൻഡറെ പ്രഖ്യാപിക്കുകയും ചെയ്തത് രാഷ്ട്രീയ വൃത്തങ്ങൾക്ക് വലിയ രീതിയിലുള്ള ഞെട്ടുക്കമുണ്ടാക്കിയിരിക്കുന്ന കാര്യമാണ്. ഇത് എന്താണ് ഇവരുടെ ഉദ്ദേശ കാര്യങ്ങളെന്ന് കൃത്യമായ രീതിയിൽ അറിയുന്നില്ല എന്ന റിപ്പോർട്ടും ഇതോടനുബന്ധിച്ച് പുറത്തു വരുന്നു. എന്നാൽ ഈ ട്രംപും നെതന്യാഹുവും കൂടുതൽ സമയം സംസാരിച്ചത് ഇറാനെക്കുറിച്ചാണ്. ഇറാൻ്റെ സൈനികപരമായിരിക്കുന്ന ബലവും ശക്തിയും ചെയ്യിപ്പിക്കാനുള്ള എന്തൊക്കെ തന്ത്രങ്ങളാണ്, എന്തൊക്കെ നിലപാടുകളാണ് സ്വീകരിക്കുക എന്ന വിഷയമാണ് കൂടുതൽ ചർച്ച ചെയ്തത്. ഗസ പ്രധാനമായിരിക്കുന്ന ഒരു വിഷയമായിട്ടില്ല. അത് ട്രംപ് പറഞ്ഞ സമയത്ത് അതിനോടനുബന്ധിച്ചുകൊണ്ട് ഈ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി മൂളി കേട്ടു എന്നൊക്കെയാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ നിന്ന് വരുന്ന റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഏതായിരുന്നാലും ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഇനിയും ഒരു ഏറ്റുമുട്ടലൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.